ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 2024 വർഷത്തിൽ നമ്മുടെ PSCയുടെ ക്വസ്റ്റ്യൻസ് ആണ്, കറണ്ട് അഫെയർ ആണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. തെരഞ്ഞെടുത്ത ഒരു 100 ചോദ്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറേ ആകുന്നുള്ളൂ, ബാക്കി ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പതുക്കെ പതുക്കെ ചെയ്യാം. അപ്പം എന്ത് ചെയ്യാം, ഇന്നത്തെ ആ ഒരു 100 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പഠിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കണക്റ്റഡ് ഫാക്ട്സും കൂടി നമുക്ക് പറഞ്ഞ് ക്ലാസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പം എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? ഇത് നമ്മുടെ 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. അതായത് 11/2025. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലാസ്റ്റ് നടന്ന പരീക്ഷയാണ്. 2025 2 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് 2024 വന്നിരിക്കുന്നത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കായിരുന്നു? അത് NS മാധവനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് അല്ലെ. 2023 ആർക്കായിരുന്നു 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്? SK വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത്. ഇനി അതേപോലെ ഈ എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത് 93 മുതലാണ്. അതേപോലെ തന്നെ അത് ആദ്യമായിട്ട് ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമായിരുന്നു എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പൊ അതേപോലെ നമുക്ക് പഠിക്കാനുള്ളത്, അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം 2024 NS മാധവന്, 2023 SK വസന്തന്, 2022 ആർക്കായിരുന്നു? സേതുവിനായിരുന്നു. സേതു. ഇനി നമുക്ക് കുറച്ച് പുരസ്കാരങ്ങൾ നോക്കാം. അടുത്തത് വയലാർ അവാർഡ്. വയലാർ പുരസ്കാരം ആർക്കാണെന്ന് നോക്കാം. വയലാർ. ഓക്കെ, എന്നാണ് 2024 വയലാർ അവാർഡ് ആർക്കാണ്? അത് അശോകൻ ചെരുവിൽ എന്ന വ്യക്തിക്കാണ് 2024 വയലാർ അവാർഡ്. അദ്ദേഹത്തിന്റെ കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത്. 2023 ആർക്കായിരുന്നു വയലാർ പുരസ്കാരം? അത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ശ്രീകുമാരൻ തമ്പി. ഏതാണ് കൃതി? ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ്. ജീവിതം ഒരു പെൻഡുലം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. 2022 ആർക്കായിരുന്നു? അത് S ഹരീഷിനാണ്. ഹരീഷിന്റെ ഏത് കൃതിക്ക്? മീശ എന്ന കൃതിക്കാണ്. അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം പറഞ്ഞു, വയലാർ അവാർഡ് പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നത് നമ്മുടെ ഓടക്കുഴൽ പുരസ്കാരമാണ്. ഓടക്കുഴൽ പുരസ്കാരം 2024 ആർക്കാണ്? 2024 അരവിന്ദാക്ഷനാണ്. ഏതാണ് കൃതി? ഗോപ എന്ന കൃതിക്കാണ്. ഗോപ. ഇനി 2023 ഓടക്കുഴൽ അവാർഡ് ആർക്കാണ്? അത് PN ഗോപികൃഷ്ണൻ. ഏതാണ്? കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ്. 2022 അത് അംബിക സുധൻ മങ്ങാട്. ഓക്കെ, അത് ഏതാണ് കൃതി? പ്രാണവായു എന്ന കൃതിക്കാണ്. അപ്പൊ നമുക്ക് നോക്കാം. എഴുത്തച്ഛൻ പുരസ്കാരം 2024 NS മാധവൻ, 2023 SK വസന്തൻ, 2022 സേതു. വയലാർ അവാർഡ് 2024 അശോകൻ ചെരുവിൽ, 2023 ശ്രീകുമാരൻ തമ്പി, 2022 S ഹരീഷ്. ഓടക്കുഴൽ അവാർഡ് 2024 അരവിന്ദാക്ഷൻ, ഗോപ എന്ന കൃതിക്ക്. 2023 PN ഗോപികൃഷ്ണൻ, കവിത മാംസഭോജിയാണ്. 2022 ആർക്കാണ്? അംബിക സുധൻ മങ്ങാട്, പ്രാണവായു. ഇനി ഇതേപോലെ ചോദിക്കുന്ന മറ്റൊരു കൃതിയാണ് നമ്മുടെ ONV പുരസ്കാരം. അതും ഈ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. ONV പുരസ്കാരം 2024 ചോദിച്ചിട്ടുണ്ട്. 2024 ONV പുരസ്കാരം ആർക്കാണ്? പ്രതിഭ റായിക്കാണ് 2024 ONV പുരസ്കാരം. 2023 ആർക്കാണ്? അത് C രാധാകൃഷ്ണനാണ് 2023 ONV പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന മറ്റൊന്നാണ് ഹരിവരാസനം പുരസ്കാരം. ഓക്കെ, ഹരിവരാസനം പുരസ്കാരം 2025 ഹരിവരാസനം പുരസ്കാരം ആർക്കാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കൈതപ്രത്തിനാണ് 2025. 2024 ആർക്കാണ്? PK വീരമണിദാസനാണ് 2024. 2023 ആർക്കാണ്? അത് ശ്രീകുമാരൻ തമ്പിക്കാണ്. അപ്പൊ കുറച്ച് അവാർഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് നോക്കുക. ഹരിവരാസനം പറഞ്ഞിട്ടുണ്ട്, വയലാർ, ഓടക്കുഴൽ അവാർഡ്, അതേപോലെ തന്നെ ONV പുരസ്കാരവും. നെക്സ്റ്റ് നോക്കാം. 2024 സാഹിത്യത്തിനുള്ള നൊബൽ സമ്മാനം ലഭിച്ചത് 2024 സാഹിത്യ. അപ്പം 2024 നോബൽ പ്രൈസ് നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതെല്ലാം
എന്ത് ചെയ്യുക, 24 നോബൽ പ്രൈസ് എല്ലാം പഠിക്കുക, ഏതും കയറി ചോദിക്കാൻ വരാം. അപ്പൊ ഏതാണ്? ഹാൻ കാങ് ആണ്. നമുക്കറിയാം ദക്ഷിണ കൊറിയക്കാരിയാണ്. അതേപോലെ തന്നെ ദ വെജിറ്റേറിയൻ ആണ് പ്രധാനപ്പെട്ട ബുക്ക്. ആ വെജിറ്റേറിയൻ എന്ന ബുക്കിന് 2016 എന്ത് ലഭിച്ചിട്ടുണ്ട്? മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഈ ദ വെജിറ്റേറിയൻ എന്ന ഈ പുസ്തകം, ദി വെജിറ്റേറിയൻ എന്ന പുസ്തകം നമ്മുടെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് CV ബാലകൃഷ്ണനാണ്. CV ബാലകൃഷ്ണൻ. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുക. കാര്യം ഹാൻ കാങ്ങിന് പുരസ്കാരം ലഭിച്ചതുകൊണ്ട് തന്നെ ഇത് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. കേരള സംസ്ഥാന വൈദ്യുത വകുപ്പ് മന്ത്രി ആരാണ്? വൈദ്യുത വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് അത് നമ്മുടെ K കൃഷ്ണൻകുട്ടിയാണ്. ആരാണ് കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി? അത് അബ്ദുറഹിമാനാണ്, കായിക വകുപ്പ് മന്ത്രി. അപ്പൊ നമുക്ക് നോക്കേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇതെല്ലാം ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. ഓക്കെ, അതായത് ഈ മന്ത്രിമാരുടെ എല്ലാവരുടെയും പേരുകൾ റിപ്പീറ്റഡ് ആയിട്ട് പല പല പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. പിണറായി വിജയൻ ആരാണ്? പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയാണ് അല്ലെ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയേണ്ടത്. ആഭ്യന്തരമുണ്ട്, പൊതുഭരണമുണ്ട്, വിവര സാങ്കേതിക വിദ്യയുണ്ട്. അതേപോലെ തന്നെ എന്താണ്? സിവിൽ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ്, വിമാനത്താവളങ്ങള്, അഖിലേന്ത്യാ സേവനങ്ങള്, തീരദേശ ഷിപ്പിങ്ങും ഉൾനാടൻ ഗതാഗതവും. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവണം. ഇത് കാര്യം ചിലപ്പോൾ തന്നിരിക്കുന്നതില് ഇങ്ങനെയായിരിക്കാം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ പിണറായി വിജയനുമായി ബന്ധമില്ലാത്ത വകുപ്പുകൾ ഏതെല്ലാം, അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ ഏതെല്ലാം എന്നൊക്കെ നോക്കിക്കേ. അന്തർ സംസ്ഥാന നദീജലം ഉദ്ഗ്രഥനം, കേരള സംസ്ഥാന ഉൾനാടൻ ഗതാഗത കോർപ്പറേഷൻ, മെട്രോ റെയില്, പ്രവാസികാര്യം, അതേപോലെ തന്നെ എന്താണ്? ശാസ്ത്രമുണ്ട്, മലിനീകരണ നിയന്ത്രണം ആരുടെ വകുപ്പാണ്? പിണറായി വിജയന്റേതാണ്. സാങ്കേതിക വിദ്യ, സ്റ്റേഷനറി, ജയില്, സൈനിക ക്ഷേമം, പരിസ്ഥിതി, ശാസ്ത്ര സ്ഥാപനങ്ങള്, അതേപോലെ വിജിലൻസ്, ദുരന്ത നിവാരണം, ഇതിന്റെ എല്ലാത്തിന്റെയും വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? നമ്മുടെ പിണറായി വിജയനാണ്. നെക്സ്റ്റ് നോക്കാം. കെ രാജൻ. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് നിങ്ങൾ ഇതാണ് കേട്ടോ. കെ രാജൻ എന്താണ്? കെ രാജൻ ആരാണ്? റവന്യൂ വകുപ്പ് മന്ത്രിയാണ് കെ രാജൻ. അതായത് ലാൻഡ് റവന്യൂ, സർവേ ആൻഡ് റെക്കോർഡ്സ്, ഭൂപരിഷ്കരണം, ഭവനം. അപ്പൊ കെ രാജനാണ് റവന്യൂ വകുപ്പ്. റോഷി അഗസ്റ്റിൻ ആരാണ്? ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ. ഏതൊക്കെയുണ്ട്? ജലവിഭവം, അതിൽ എന്തൊക്കെ വരും? ഭൂഗർഭജലമുണ്ട്, ജലവിതരണമുണ്ട്, ശുചീകരണമുണ്ട്, പിന്നെയുള്ളത് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റി. കെ കൃഷ്ണൻകുട്ടി ഏതാണ്? വൈദ്യുതി വകുപ്പ്. വൈദ്യുതി വകുപ്പും കൂടത്തിൽ തന്നെ എന്തും കൂടി ഉണ്ട്? അനർട്ടും കൂടി എന്തുണ്ട്? കൃഷ്ണൻകുട്ടിയുടെ വകുപ്പുകളാണ്. ശശീന്ദ്രൻ ഏതാണ്? ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രിയാണ്. രാമചന്ദ്രൻ കടന്നപ്പള്ളി ആരാണ്? രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയാണ്. കൂട്ടത്തിൽ തന്നെ മ്യൂസിയം, പുരാവസ്തു, പുരാരേഖയൊക്കെ ആരുടേതാണ്? നമ്മുടെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടേതാണ്. അടുത്തത് ശ്രീ KB ഗണേഷ് കുമാർ ഏതാണ്? റോഡ് ഗതാഗതം, മോട്ടോർ വാഹനങ്ങൾ, ജലഗതാഗതം. റോഡ്, മോട്ടോർ വാഹനം, ജലഗതാഗതം, ഇതൊക്കെ ആരാണ്? KB ഗണേഷ് കുമാർ. അതായത് ഗതാഗത വകുപ്പ് മന്ത്രിയാണ് KB ഗണേഷ് കുമാർ. അബ്ദുറഹിമാൻ ആരാണ്? കായിക വകുപ്പ് മന്ത്രിയാണ് അബ്ദുറഹിമാൻ. ഇതാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നത്. സ്പോർട്സ്, വഖഫ്. ഈ വഖഫ് പഠിച്ചു വെക്കണേ. വഖഫ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അബ്ദുറഹിമാനാണ്. ഇപ്പൊ ഭയങ്കര വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഹജ്ജ് തീർത്ഥാടനം, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്, റെയിൽവേ, ന്യൂനപക്ഷക്ഷേമം, ഇതൊക്കെ ആരാണ്? വി അബ്ദുറഹിമാനാണ്. അഡ്വക്കേറ്റ് GR അനിൽ എന്താണ്? ഭക്ഷ്യ പൊതുവിതരണ വകുപ്പാണ്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി ആരാണ്? അഡ്വക്കേറ്റ് GR അനിലാണ്. അടുത്തത് KN ബാലഗോപാൽ ആരാണ്? ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് KN ബാലഗോപാൽ. ഡോക്ടർ R ബിന്ദു ആരാണ്? ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ബിന്ദു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ്. കൂട്ടത്തിൽ എന്തും കൂടിയുണ്ട്? സാമൂഹ്യ നീതിയും കൂടിയുണ്ട്. ചിഞ്ചുറാണി ആരാണ്? ക്ഷീരവികസന വകുപ്പ് മന്ത്രി. അതേപോലെ തന്നെ മൃഗസംരക്ഷണം, ക്ഷീരവികസനം, മൃഗശാലകള്, ക്ഷീര സഹകരണ സ്ഥാപനങ്ങള്, കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയൊക്കെ ആരാണ്? ചിഞ്ചുറാണിയാണ്. അപ്പൊ ബിന്ദു ആരാണ്? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ചിഞ്ചുറാണി ആരാണ്? ക്ഷീരവികസന വകുപ്പ് മന്ത്രിയുമാണ്. അടുത്തത് MP രാജേഷ് ആരാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ഏതൊക്കെയാണ്? കോർപ്പറേഷനുകൾ, പഞ്ചായത്തുകൾ, അതേപോലെ ഗ്രാമവികസനം, എക്സൈസ്, ടൗൺ പ്ലാനിംഗ് ഒക്കെ ആരാണ്? ശ്രീ MP രാജേഷ് ആണ്. മുഹമ്മദ് റിയാസ് ആരാണ്? പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. ടൂറിസവും പൊതുമരാമത്തുമാണ് മുഹമ്മദ് റിയാസ്. ഈ ടൂറിസവും ചോദിച്ചു കണ്ടിട്ടുള്ളേ. P പ്രസാദ് ആരാണ്? കൃഷി വകുപ്പ് മന്ത്രിയാണ് പ്രസാദ്. കൃഷി, മണ്ണ്, അതേപോലെ കാർഷിക സർവകലാശാല, വെയർ ഹൗസിംഗ് കോർപ്പറേഷൻകാരാണ്? P പ്രസാദ് ആണ്. OR കേളു ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വകുപ്പ് പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. P രാജീവ് ആരാണ്? P രാജീവ് നിയമമന്ത്രിയാണ്. വ്യവസായ വകുപ്പ് മന്ത്രി ഉണ്ടോ?
വാണിജ്യം, ഖനനം, ജിയോളജി, കൈത്തറി, തുണിത്തരങ്ങൾ, ഖാദി, ഗ്രാമ വ്യവസായം, കയറ്, അതായത് ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആരാണ്? പി രാജീവാണ്. ശിവൻകുട്ടി ഏതാണ്? പൊതുവിദ്യാഭ്യാസം. തൊഴിലും ആരാണ്? ശിവൻകുട്ടിയാണ്. വി എൻ വാസവൻ ആരാണ്? തുറമുഖ വകുപ്പ് മന്ത്രി. കൂട്ടത്തിൽ തന്നെ എന്തും കൂടി ഉണ്ട്? സഹകരണം, ദേവസ്വം. ഇതൊക്കെ ആരാണ്? വി എൻ വാസവനാണ്. ശ്രീമതി വീണ ജോർജ് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. ആരോഗ്യവും കൂട്ടത്തിൽ എന്തും കൂടിയുണ്ട്? വനിതാ ശിശുവികസനവും കൂടിയുണ്ട്. നെക്സ്റ്റ് സജി ചെറിയാൻ ആരാണ്? സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് സജി ചെറിയാൻ. കൂട്ടത്തിൽ എന്തുണ്ട്? ഫിഷറീസ് ഉണ്ട്, ഹാർബർ എഞ്ചിനീയറിംഗ്, ഫിഷറീസ് സർവകലാശാല. യുവജനകാര്യ വകുപ്പ് മന്ത്രിയാണ് സാംസ്കാരികം. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ അല്ലെ, അതേപോലെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, കേരള സംസ്ഥാന സാംസ്കാരിക ക്ഷേമനിധി ബോർഡ്, ഇതെല്ലാം ആരാണ് കൈകാര്യം ചെയ്യുന്നത്? സജി ചെറിയാനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാണ് ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം? അത് വൈക്കമാണ്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏത്? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം ഏതാണ്? 2023 അന്താരാഷ്ട്ര മില്ലറ്റ് ഇയർ അല്ലെ. 2024 എന്താണ് അറിയപ്പെടുന്നത്? 2024 ഒട്ടക വർഷമായിരുന്നു. വർഷം, ക്യാംലിഡുകളുടെ വർഷം എന്നൊക്കെ പറയും. 2025 വരുമ്പോഴേക്കും എന്തൊക്കെയാണ്? ഹിമാനികളുടെ സംരക്ഷണം. എന്തൊക്കെയാണ്? ഹിമാനികളുടെ സംരക്ഷണം. നെക്സ്റ്റ് വരുന്നത് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി. ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി. അതേപോലെ തന്നെ പീസ് ആൻഡ് ട്രസ്റ്റ്, സമാധാനത്തിന്റെയും സഹകരണത്തിന്റെയും വർഷം. പിന്നെ പീസ് ആൻഡ് ട്രസ്റ്റ്, പിന്നെ എന്താണ്? കോർപ്പറേറ്റീവ്. അങ്ങനെ ഇത്രയുമാണ്. കോഓപ്പറേറ്റീവ്. ഇത്രയുമാണ് എന്ത് പറയുന്നത്? 2025 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, കാസ്പ് എന്ന് പറയും. കാസ്പ് അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണേ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? അത് 5 ലക്ഷം രൂപയാണ്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് എന്ത്? കൂട്ട്. 2025 പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. 2025 പ്രഥമ ഖോഖോ ലോകകപ്പ് എവിടെയാണ്? ഇന്ത്യയാണ്. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടനയാണ് നിഹോൺ ഹിഡാൻക്യോ. ഹിബാക്കുഷ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ഹിരോഷിമ നാഗസാക്കി അണുബോംബുമായി ബന്ധപ്പെട്ട് അതിജീവിച്ചവരാണ് ഹിബാക്കുഷ. അപ്പൊ ഹിബാക്കുഷ എന്നൊക്കെ അറിയപ്പെടുന്ന സംഘടനയാണ് ഈ പറയുന്ന നിഹോൺ ഹിഡാൻക്യോ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയികൾ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയികൾ ആരാണ്? കാരിച്ചാൽ ചുണ്ടനാണ്. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരമാണ് ആര്? പി ആർ ശ്രീജേഷ്. മലയാളി താരം പി ആർ ശ്രീജേഷ് ആണ്. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയത് ഇമ്പോർട്ടന്റ് ആണ്. മഹാലക്ഷ്മി സ്കീം എവിടെയാണ്? തെലുങ്കാന. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനമാണ് കേരളം. ലഞ്ച് ബെൽ എന്ന് പറയുന്നത് ഈ ഓഫീസ് സ്ഥാപനങ്ങൾക്കൊക്കെ കുടുംബശ്രീയുടെ കെയർ ഓഫിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഉച്ചഭക്ഷണം എത്തിക്കുന്ന പരിപാടിയാണ് ലഞ്ച് ബെൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? എന്താണ് അജണ്ട 21? ആഗോള സുസ്ഥിര വികസനത്തെയാണ് അജണ്ട 21 എന്ന് കുറിക്കുന്നത്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവർക്കാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയുമാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി എവിടെയാണ്? കസാൻ, റഷ്യ. ഓക്കെ. 2025 ബ്രിക്സ് ഉച്ചകോടി എവിടെയാണ്? അത് നമ്മുടെ ബ്രസീലിലാണ്. 2025 ബ്രിക്സ് ഉച്ചകോടി. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ്, അത് നമ്മുടെ റോഷി അഗസ്റ്റിൻ ആണ്. കണ്ടോ, ഈ മന്ത്രിമാര് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ആദ്യം തന്നെ എല്ലാ മന്ത്രിമാരെയും പറഞ്ഞു തന്നത്. 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളാണ് ഏതൊക്കെയാണ്? പാലക്കാടും അതേപോലെ തന്നെ ചേലക്കരയുമാണ്. പാലക്കാടും ചേലക്കര. വയനാട് എന്തായിരുന്നു? ലോക്സഭാ മണ്ഡലമായിരുന്നേ. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെയാണ്? റഷ്യ.
2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹനായവർ. കേരളപ്രഭയാണ് ചോദിച്ചിരിക്കുന്നത്. MK സാനുവിന് എന്തായിരുന്നു? MK സാനു കേരള ജ്യോതി പുരസ്കാരമാണ് 2024 കേരള ജ്യോതി, അതായത് കേരള അവാർഡ്സിലെ ഏറ്റവും ഇത് കൂടിയത് ഏതിനാണ്? കേരള ജ്യോതിയാണ്. അത് ആർക്കാണ് ലഭിച്ചത്? MK സാനു. ഏറ്റവും പരമോന്നത ബഹുമതി എന്നൊക്കെ പറയും. നെക്സ്റ്റ് കേരളപ്രഭയാണ്. കേരളപ്രഭ ലഭിച്ചത് ആർക്കൊക്കെയാണ്? S സോമനാഥിനും ഭുവനേശ്വരിക്കുമാണ് കേരളപ്രഭ ലഭിച്ചത്. ഇനി നെക്സ്റ്റ് ആണ് കേരളശ്രീ. കേരളശ്രീ ആർക്കൊക്കെയായിരുന്നു? കേരളശ്രീ അതിൽ ഒന്നാമത്തത് കലാമണ്ഡലം വിമലാ മേനോൻ. ഓക്കെ, കേരളശ്രീ ആണ്. പിന്നെ ആർക്കാണ്? വിമലാ മേനോൻ ഒറ്റ വ്യക്തിയാണ്. പിന്നെയുള്ളത് TK ജയകുമാർ. നെക്സ്റ്റ് ആർക്കാണ്? നാരായണ ഭട്ടതിരി കാലിഗ്രാഫർ ആണ് നാരായണ ഭട്ടതിരി. പിന്നെയുള്ളത് സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസൺ ആണ് കേരളശ്രീ ലഭിച്ച മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ഷൈജ ബേബി ആരാണ്? ഒരു ആശാ വർക്കറാണ്. നെക്സ്റ്റ് VK മാത്യൂസ്. ഇത്രയുമാണ് 2024 കേരള പുരസ്കാരങ്ങൾ. കേരള ജ്യോതി MK സാനു, കേരളപ്രഭ ആർക്കൊക്കെയാണ്? S സോമനാഥിനും ഭുവനേശ്വരിക്കും. കേരളശ്രീ ആണെങ്കിൽ വിമലാ മേനോൻ, TK ജയകുമാർ, നാരായണ ഭട്ടതിരി, സഞ്ജു സാംസൺ, ഷൈജ ബേബി, VK മാത്യൂസ് എന്നിവർക്കാണ്. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക് രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനമാണ് ഏത്? മധ്യപ്രദേശ്. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കുന്ന നഗരമാണ് അഹമ്മദാബാദ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി. എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ, ശരിയാണ്. വയലാർ അവാർഡ് അശോകൻ ചെരുവിലാണ്. കേരള ജ്യോതി പുരസ്കാരം MK സാനുവിനാണ്. ഓടക്കുഴൽ അവാർഡ് ആർക്കായിരുന്നു? അരവിന്ദാക്ഷൻ ഗോപ എന്ന കൃതിക്ക്. നമുക്ക് വേണ്ടത് എന്താണ്? തെറ്റായ ജോഡി കണ്ടെത്താനാണ്. സോ ഓപ്ഷൻ D 4 മാത്രമാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. 2024 ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. ശരിയാണ്. ഓക്കെ, കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. കസാൻ എവിടെയാണ്? റഷ്യയാണ്. ബ്രിക്സിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അല്ല, ബ്രിക്സിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഷാങ്ഹായ്, ചൈനയിലെ ഷാങ്ഹായ് ആണ് ബ്രിക്സിന്റെ ആസ്ഥാനം. 2009 രൂപം കൊണ്ടത്. അപ്പൊ 1ഉം 4ഉമാണ് ശരിയായിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2024 സാഹിത്യത്തിനുള്ള നൊബൽ സമ്മാനം ലഭിച്ച ഹാൻകാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓക്കെ, സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. ശരിയാണ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ്. ദ വെജിറ്റേറിയൻ എന്ന പുസ്തകത്തിനാണ് 2016 മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചത്. ശരിയാണ്. അതാണ് നമ്മുടെ C ബാലകൃഷ്ണൻ എന്ത് ചെയ്യുന്നത്? മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നത്. ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. അപ്പൊ ദ വൈറ്റ് ബുക്ക്, ആ ഒരു പേരും കൂടി പഠിച്ചു വെക്കുക. ഇവിടെ എന്താണ്? എല്ലാം ശരിയാണ്. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃതസഞ്ജീവനി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അമൃതം ആരോഗ്യം ജീവിതശൈലി രോഗങ്ങൾ. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ആര്? ഹർമൻപ്രീത് സിംഗ്. ഏതാണ്? ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ. 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിന് മികച്ച ചിത്രമാണ് ഏത്? ആട്ടം. 70ാമത് ആരാണ്? ആനന്ദ് ഏകർഷിയാണ് സംവിധാനം. 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ ചിത്രമാണ് ആട്ടം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ ചെയർമാൻ വി നാരായണനാണ് നിലവിലെ ചെയർമാൻ. ഇതൊന്നുമല്ല സോമനാഥ് മാറി. ഇപ്പൊ ആരാണ്? വി നാരായണനാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനമാണ് ഏത്? ചന്ദ്രയാൻ 3 ആണ്. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ ആണ്? 2023 അത് COVID-19 വാക്സിൻ ആണ്. 2024 ആർക്കൊക്കെയായിരുന്നു? വിക്ടർ അംബ്രോസിനും ഗാരി റുക്കിനുമാണ്. അല്ലെ? എന്താണ്? മൈക്രോ RNA കണ്ടെത്തലിനും അതിന്റെ എന്താണ്? പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ ജീൻ തിയറിക്ക് അതിന് വേണ്ടിയിട്ടാണ് ആർക്ക് ലഭിച്ചത്? 2024 നോബൽ പ്രൈസ് ആർക്കൊക്കെ? വിക്ടർ അംബ്രോസിനും ഗാരി റുക്കിനും ലഭിച്ചത്. ഇത് ചോദിച്ചിരിക്കുന്നത് 2023 കാര്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ടാണ് ഇന്ദ്ര.
2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം G20 2024 G20 ഉച്ചകോടി എവിടെയാണ്? ബ്രസീലാണ്. 2025 ആണെങ്കിലോ 2025 ആണെങ്കിൽ അത് ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്ക. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കിയ ചിത്രമാണ് 800. അപ്പൊ 800 ആരുടെ ജീവിതകഥയാണെന്ന് ചോദിക്കാം. ആരുടേതാണ്? മുത്തയ്യ മുരളീധരന്റേതാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ പഞ്ചായത്ത് രാജ് വകുപ്പ് മന്ത്രിയാണ് ചോദിച്ചിരിക്കുന്നത് രാജീവ് രഞ്ജൻ സിംഗ്. അപ്പൊ കേന്ദ്ര മന്ത്രിമാരിൽ ഒരാളുടെ മാത്രമേ കണ്ടിട്ടുള്ളൂ, പക്ഷെ സംസ്ഥാന മന്ത്രിമാർ എല്ലാവരെയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. പിന്നെ കേന്ദ്രമന്ത്രിയിൽ ചോദിക്കുന്നത് എപ്പോഴും ആരായിരിക്കും? നമ്മുടെ JP നഡ്ഡ, ആരോഗ്യവകുപ്പ്. അത് മാത്രമാണ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. പാരീസ് 2024 ഒളിമ്പിക്സ് നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം, അതായത് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്രയുടെ ദൂരം എന്ന് പറയുന്നത് 89.45 മീറ്റർ ആണ്. യുണൈറ്റഡ് നേഷൻ മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം ഏതാണ്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഏതാണ്? 134. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലാണ്? എവിടെയായിരുന്നു പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് നടന്നത്? അത് എറണാകുളം ജില്ലയിലാണ്. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ് കതിർ ആപ്പ്. കതിർ ആപ്പ്. കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ്? മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ഞാനതിൽ പറഞ്ഞിരുന്നു, സെപ്പറേറ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഫിഷറീസ് എന്നുള്ളത്. ആരാണ്? അത് നമ്മുടെ സജി ചെറിയാനാണ്. നെക്സ്റ്റ് നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് പ്രതിഭ റായ്. 2023 ആരായിരുന്നു? C രാധാകൃഷ്ണനാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? ഇപ്പോഴത്തെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ. വിജയ കിഷോർ രഹത്കർ എന്ന വ്യക്തിക്കാണ്. രഹത്കർ. ഓക്കെ, രേഖാ ശർമ്മ മാറി. നിലവിൽ ആരാണ്? വിജയ കിഷോർ ആണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് 2023 ആരാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്? അത് SK വസന്തനാണ്. 24 നമ്മൾ പറഞ്ഞു ആർക്കാണ്? NS മാധവൻ. 23 SK വസന്തൻ. 22 ആർക്കാണ്? സേതുവിനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് നിലവിൽ വന്നത് ഹൈദരാബാദിലാണ്. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട BJPയുടെ ആദ്യ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. അത് വായിക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ തെറ്റാണെന്നുള്ളത്. അദ്ദേഹം ആദ്യമായാണ് പാർലമെന്റിൽ അംഗമാകുന്നത്? അല്ല, അദ്ദേഹം അതിനു മുമ്പ് അദ്ദേഹം അംഗമായിരുന്നു. അപ്പൊ ഏതാണ്? ഇവിടെ എന്താണ്? മുകളിൽ പറയുന്ന പ്രസ്താവനകളെ അടിസ്ഥാനപ്പെടുത്തി ഉചിതമായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 1ഉം 2ഉം തെറ്റല്ലേ പറഞ്ഞത്? അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി, 2ഉം തെറ്റാണ്. ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ എന്ന് പറയുന്നത് 111 ഹങ്കർ ഇൻഡെക്സ്. ബ്രിട്ടനിൽ കണ്ടെത്തിയ രക്തഗ്രൂപ്പിന് നൽകിയ പേരാണ് MAL ആണ് പുതിയ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയത്. എവിടെയാണ്? ബ്രിട്ടനിൽ. താഴെ പറയുന്നവയിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? അത് JP നഡ്ഡയാണ് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതിയാണ് അമൃതം ആരോഗ്യം. നവജാത ശിശുക്കളിൽ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതിയാണ് ശലഭം. അല്ലെ, കുഞ്ഞുങ്ങൾ എന്താണ്? ചിത്രശലഭങ്ങളെ പോലെയാണ് അല്ലെ. അപ്പൊ എന്താണ്? നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനാണ്. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല. എംപോക്സ് എവിടെയായിരുന്നു? മലപ്പുറം ജില്ലയിലാണ്. HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനമാണ് ജ്യോതിസ്. HIV ആണ്, ജ്യോതിസ് ആണ്. ജ്യോതിസ്. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേര് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? സ്ത്രീ തൊഴിലാളികളുടെ കാര്യമാണ്. അത് സഹജയാണ്. സഹജ. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പാണ് എന്ത്? കൈരളിയാണ്. 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനമാണ് ഗോവ. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എവിടെയാണ്? ഗോവയിലാണ്. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യമാണ് സ്വീഡൻ. ഇലക്ട്രിക് മണ്ണ് സ്വീഡനാണ്.
ലോക നാട്ടറിവ് ദിനം ഓഗസ്റ്റ് 22 ലോക നാട്ടറിവ് ദിനം. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെയുള്ളതാണ്? ഏതാണ്? ഡെങ്കി വൈറസ്. അപ്പൊ പഠിച്ചു വെക്കുക, ഡെങ്കി വൈറസിനെതിരെയുള്ള വാക്സിൻ എന്നും പറഞ്ഞ് ചിലപ്പോൾ തിരിച്ചു ചോദിക്കാം. ഏതാണ്? ടാക് 003 ആണ്. 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ആരാണ്? കില്ലിയൻ മർഫിയാണ് മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? എവിടെയാണ് OR കേളു? അത് മാനന്തവാടിയാണ്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിന്റെ കൃതിയാണ് അൽഗോരിതങ്ങളുടെ നാട്. അപ്പൊ തിരിച്ചു ചോദിക്കാം, 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ലഭിച്ച കൃതിയായ അൽഗോരിതങ്ങളുടെ നാടിന്റെ രചയിതാവ് ആരെന്ന് ചോദിക്കാം. ആരാണ്? ഉണ്ണി അമ്മയമ്പലം. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കളാണ് ആര്? അർജന്റീന. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ഏത്? ന്യൂറോലിങ്ക് ആണ്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവെള്ളം തുഴയുന്ന നീലപ്പൊന്മാന് നൽകിയ പേര്? 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ഏതെന്ന് ചോദിക്കാം. എന്താണ്? കളിവെള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ. അതിന്റെ പേരാണ് നീലു. 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം? 2025 G20 ആണ് ചോദിച്ചിരിക്കുന്നത്. അതേതാണ്? ദക്ഷിണാഫ്രിക്കയാണ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? കായിക വകുപ്പ് അത് അബ്ദുറഹ്മാനാണ്. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്കാണ് ഏത്? HDFC ബാങ്ക്. 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചത് ആർക്കാണ്? പൃഥ്വിരാജിനാണ്. പൃഥ്വിരാജ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിനെത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് അദ്ദേഹം? അദ്ദേഹത്തിന്റെ പേരാണ് അർഷാദ് നദീം. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് ആസാം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ നാഗാലാൻഡ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം എന്നുള്ളവയാണ് 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം. 2023 രസതന്ത്ര നോബൽ സമ്മാനം ആർക്കൊക്കെയാണ്? 3 പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? 2024 നോബൽ പ്രൈസ് നന്നായിട്ട് വായിച്ചു പോവുക. 2023 എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ച് ഒന്ന് ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ മതി. ചോദിക്കാൻ ചാൻസ് ഉണ്ടോ? പറയാൻ പറ്റിയൊന്നുമില്ല, അത് ചോദിക്കില്ല എന്നൊന്നും. രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേരാണ് സിഗ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം? 2024 ചോദിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശമാണ് പോർച്ചുഗൽ. അപ്പൊ ആരാണ് ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ? അത് അന്റോണിയോ ഗുട്ടറസ് ആണ്. 2023 സാമ്പത്തിക നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ക്ലോഡിയ ഗോൾഡിൻ. 2023 സാമ്പത്തിക നോബൽ ക്ലോഡിയ ഗോൾഡിൻ. 2022 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? ഏതാണ്? അത് തെക്കേ അമേരിക്ക അല്ലെ. ഫിഫ വേൾഡ് കപ്പ് അർജന്റീന എവിടെയാണ്? തെക്കേ അമേരിക്കയാണ്. മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് 2023 ലോക എന്ത് ദിനത്തിന്റെ? മണ്ണ് ദിന സന്ദേശമാണ് മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം. അപ്പൊ എന്ത് ചെയ്യുക? തിരിച്ചു പഠിച്ചു വെക്കുക. 2023 ലോക മണ്ണ് ദിന സന്ദേശം എന്താണ്? മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം. കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം ഏതാണ്? ആദിത്യ L1 വിക്ഷേപിച്ചത് PSLV-C57 എന്ന വാഹനത്തിലാണ്. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ടത്? ചക്ക എന്നാണ്? 2018 റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തത് സുമതിയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കഥാപാത്രങ്ങളെ പഠിച്ചു വെക്കുക. രേഷ്മയുണ്ട്, മല്ലിയുണ്ട്, കിരണുണ്ട്, പിന്നെ എന്താണ്? റാമു അല്ലേ. വായിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും ആ ഒരു നോവൽ എന്തായിരുന്നു എന്നുള്ളത്. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്രയാണ്? ഓൺലൈൻ ഗെയിം വഴി എത്രയാണ്? 30%. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? 53 ചോദിച്ചിരിക്കുന്നത്. 53ാമത് മമ്മൂട്ടിയാണ്.
54-ാമത്തെ ആരൊക്കെയാണ്? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. 54-ാമത് നടൻ എന്ന് പറയുന്നത് നമ്മുടെ പൃഥ്വിരാജാണ്, പൃഥ്വിരാജ്. അതേപോലെ തന്നെ നടി ഉർവശി ഉണ്ട്. അതേപോലെ തന്നെ ഉർവശി എന്താണ്? നമ്മുടെ ഉള്ളൊഴുക്ക് എന്ന മൂവിക്കാണ്. അതേപോലെ ബീന ആർ ചന്ദ്രൻ തടവ് എന്ന മൂവിക്കാണ്. പിന്നെയുള്ളത് സംവിധായകൻ ബ്ലസ്സി ആയിരുന്നു. ആടുജീവിതമാണ്. സിനിമ കാതൽ ദി കോറാണ്. മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് കാതൽ ദി കോറാണ്. മികച്ച സംവിധായകനെ ആരാണ്? ബ്ലസ്സിയാണ്. മികച്ച നടൻ പൃഥ്വിരാജ് ആടുജീവിതത്തിലെ അഭിനയത്തിനാണ്. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? അത് കൊൽക്കത്തയിലാണ്. ഒരു ബജറ്റിലെ മൊത്തം ചിലവിൽ നിന്ന് മൊത്തം വരവ് കുറച്ചാൽ കിട്ടുന്നതാണ് ബജറ്റ് കമ്മി. അതേസമയം കടം വാങ്ങൽ ഒഴികെയുള്ള മൊത്തം വരവ് മൊത്തം ചിലവിൽ നിന്ന് കുറച്ചാൽ കിട്ടുന്നതാണ് ധനക്കമ്മി. ഇന്ത്യയുടെ അതായത് യൂണിയൻ ബഡ്ജറ്റ് 2024-25 യൂണിയൻ ബഡ്ജറ്റ് 2024-25 പ്രകാരം GDPയുടെ എത്ര ശതമാനമാണ് ധനക്കമ്മി എന്നാ ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 5.1% ധനക്കമ്മി. യൂണിയൻ ബജറ്റ് 2024-2025 പ്രകാരം പ്രഖ്യാപിക്കപ്പെട്ട റെയിൽവേ കോറിഡോറുകൾക്ക് ഉൾപ്പെടാത്തത് ഏതാണ്? അത് സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ കോറിഡോറാണ്. അപ്പൊ നിങ്ങൾ എന്ത് പഠിക്കുക? റെയിൽവേ കോറിഡോറിൽ ഉൾപ്പെടുന്ന പഠിക്കുക. ഊർജം, ധാതുസമ്പത്ത്, സിമന്റ് കോറിഡോർ, തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന കോറിഡോർ, ഉയർന്ന ട്രാഫിക് ഡെൻസിറ്റി കോറിഡോർ. 2024 ജൂലൈ 1 നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പാർലമെന്റിൽ അവതരിപ്പിച്ചത് എത്രാമത്തെ ബില്ലായിരുന്നു എന്നാ ചോദിച്ചിരിക്കുന്നത്. എത്രാമത്തെ ബില്ലാണ് അത് അവതരിപ്പിക്കുന്നത്? ബിൽ നമ്പർ 173/2023 ആണ്. ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രാലയം ലോക പൈതൃക സമിതി യോഗത്തിന് സമർപ്പിച്ച പ്രൊജക്റ്റായ PARIയുടെ പൂർണ്ണരൂപം എന്താണ്? പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ. വിവിധ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? കേരള പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് G ശശിധരനാണ്. പഠിച്ചു വെക്കുക. കേരള മുന്നോക്ക കമ്മീഷൻ ചെയർമാൻ ആരാണ്? KG പ്രേംജിത്ത് അല്ല, അത് ജസ്റ്റിസ് CN രാമചന്ദ്രനാണ് മുന്നോക്ക കമ്മീഷൻ ചെയർമാൻ. കേരള വിമൻസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? അഡ്വക്കേറ്റ് P സതീദേവിയാണ്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 1ഉം 3ഉമാണ് ശരി എന്ന് പറയുന്നത്. കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. കേരള ഗവർണർ ആരാണ്? കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ ആണ്. രാജേന്ദ്ര അർലേക്കർ. കേരള ചീഫ് സെക്രട്ടറി ആരാണ്? ശാരദ അല്ലെ. നേരത്തെ ചീഫ് സെക്രട്ടറി ആയ വേണുവിന്റെ ഭാര്യയായ ശാരദ വേണുഗോപാൽ ശാരദ മുരളിയാണ് ചീഫ് സെക്രട്ടറി. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ്. സ്പീക്കർ ആരാണ്? AN ഷംസീർ ആണ്. ഇവിടെ ആൻസർ ഇല്ല. കാര്യം ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ശരിക്കും 1ഉം 3ഉം ആയിരുന്നു ആൻസർ ആയിട്ട് വരേണ്ടത്. കാര്യം ആ സമയത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു. ഇപ്പൊ നമ്മൾ പഠിക്കേണ്ട പേരാണ് രാജേന്ദ്ര അർലേക്കർ. ചീഫ് സെക്രട്ടറി ആരാണ്? ശാരദ മുരളിയാണ്. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഹേമ കമ്മിറ്റിയെ നിയമിച്ചത് കേരള ഗവൺമെന്റ് ആണ്. ശരിയാണ്. ഹേമ കമ്മിറ്റിയിൽ 3 അംഗങ്ങളാണുള്ളത്. ശരിയാണ്. വിരമിച്ച IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി ഒരു അംഗമാണ്. ഇതും ശരിയാണ്. ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബോവ് ആണ്. 2023 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബൽ സമ്മാനം ലഭിച്ചത് പ്രകാശത്തിന്റെ ആറ്റോ സെക്കൻഡ് പൾസുകളെ കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ്. ആറ്റോ സെക്കൻഡ് പൾസുകൾ ഏത് ഗവേഷണത്തിന് സഹായിക്കുന്നു? ഏത് ഗവേഷണത്തിനാണ് ആറ്റോ സെക്കൻഡുകൾ? അത് ഇലക്ട്രോൺ, ദ്രവ്യം എന്നിവയുടെ സ്വഭാവ ഗവേഷണത്തിന് വേണ്ടിയാണ് ഈ പറയുന്ന ആറ്റോ സെക്കൻഡുകൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2023 വയലാർ അവാർഡ് നേടിയത് ആരാണ്? ശ്രീകുമാരൻ തമ്പി. ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് ആണ് BlinkX എന്ന് പറയുന്ന BlinkX. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആണ് കിഷോർ മക്വാന. എങ്കിൽ പട്ടിക വർഗം ഷെഡ്യൂൾഡ് ട്രൈബ് ആണെങ്കിലോ അത്
അൻഡർ സിംഗ് ആര്യയാണ്. അൻഡർ സിംഗ് ആര്യ. പട്ടികവർഗം, പട്ടികജാതി, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെങ്കിൽ കിഷോർ മക്വാന. ST അതായത് പട്ടികവർഗമാണെങ്കിൽ എന്താണ്, ഷെഡ്യൂൾഡ് ട്രൈബ് ആണെങ്കിൽ ആരാണ്, അത് അൻഡർ സിംഗ് ആര്യയാണ്. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തിന് വധശിക്ഷ നൽകാൻ വ്യവസ്ഥ ചെയ്തുകൊണ്ട് പോക്സോ നിയമം ഭേദഗതി ചെയ്തതാണ്. പോക്സോ നിയമം ഭേദഗതി ചെയ്ത് 2019 നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റ്. കുട്ടികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ മാത്രം രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റ്. ഇത് നിലവിൽ വന്നത് 2019. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഒന്നുകിൽ ഒന്നും രണ്ടും കൂടി എന്തായാലും ശരിയായിട്ട് വരില്ല അല്ലെ. ഒന്നുകിൽ എന്താണ്, ഒന്ന് ശരിയാവണം, അല്ലെങ്കിൽ ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉണ്ടെന്നുള്ളത്, രണ്ടാമത്തെ കുട്ടികൾക്ക് മാത്രമാണ്. അപ്പൊ എന്തായാലും അത് രണ്ടും ശരിയായിട്ട് എന്തായാലും വരില്ല. അതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം ഒന്നും രണ്ട് ശരി എന്നുള്ളത് വെട്ടാം, എല്ലാം ശരി എന്നുള്ളത് വെട്ടാം. ഒന്നുകിൽ 1, 3 അല്ലെങ്കിൽ എന്താണ് 2, 3 ഓക്കെ. അപ്പൊ എന്താണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്, ഓപ്ഷൻ ബി 1, 3 ശരി. ഇത് നിലവിൽ വന്നത് 2019. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റ് ആണ് നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ. താഴെ പറയുന്നവയിൽ ISROയുടെ കേന്ദ്രമല്ലാത്തത്. ആൻസർ വരുന്നത് NPL ആണ്. നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഫുൾ ഫോം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. IISU എന്താണ് IISU എന്ന് പറഞ്ഞാൽ? അത് ISRO ഇനേർഷ്യൽ സിസ്റ്റം യൂണിറ്റ്, നമ്മുടെ തിരുവനന്തപുരത്തുള്ളതാണ് IISU. അടുത്തത് ഇസ്ട്രാക്ക്. ഇസ്ട്രാക്ക് എന്ന് പറയും ISTRAC. ഇസ്ട്രാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതേപോലെ തന്നെ ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക്. ഇതാണ് ഇസ്ട്രാക്ക് എന്ന് പറയുന്നത്, കമാൻഡ് നെറ്റ്വർക്ക്. SDSC എന്താണ്? SDSC അതെന്താണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ് എന്തെന്ന് പറയുന്നത്, SDSC എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വരുന്ന എന്താണ്? NPL. NPL എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ആണ്. നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി, ഇതാണ് NPL. അപ്പൊ ഇതിൽ ISROയുടെ കേന്ദ്രമല്ലാത്തത്, ആൻസർ വരേണ്ടത് NPL ആണ്. ഓക്കെ. അപ്പൊ ഏകദേശം 100-102 ക്വസ്റ്റ്യൻസ് നമ്മൾ ആയിട്ടുണ്ട്. ബാക്കി ടോപ്പിക്കുകൾ നമുക്ക് വരും വഴി പതിയെ ഓരോ ക്ലാസ്സുകളായിട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു 100 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല രീതിക്ക് പഠിച്ചു വെക്കുക. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്